സ്നേഹാദരവും നിറഞ്ഞ അധ്യക്ഷരെ, നാട്ടുകാരെ, ഉസ്താദുമാരെ, അസ്സലാമു അലൈക്കും. മഹത്തായ നബിദിനത്തിൽ നിരവധി പ്രസംഗവും കേട്ടിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഞാനും ഒരു എളിയ പ്രസംഗം നടത്താം. അതിന് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. പ്രിയരെ, വിജ്ഞാനത്തിൻ്റെ മഹത്തായ മധുരം നമുക്ക് കിട്ടാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം മനസ്സാ വാച കർമ്മണം കൊണ്ട് നാം അതേറ്റെടുക്കണം. വെറും പ്രസംഗം പറഞ്ഞതുകൊണ്ടോ കേട്ടതുകൊണ്ടോ കാര്യമില്ല. ആ പറയുന്ന വാക്കുകൾ, കേൾക്കുന്ന വാക്കുകൾ നാം നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിക്കുകയും വേണം. എങ്കിൽ മാത്രമേ ആ കേട്ടതിനും പറഞ്ഞതിനും ഫലമുണ്ടാവുകയുള്ളൂ. കളവ് പറയരുതെന്നും സത്യം മാത്രം പറയണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് കൽപ്പിച്ചുവെങ്കിൽ തീർച്ചയായും നാം അതേറ്റെടുക്കണം. പഠിച്ചതുകൊണ്ട് കാര്യമില്ല. അതുപോലെ എന്തു കാര്യവും നമ്മോട് കൽപ്പിക്കപ്പെട്ടെങ്കിൽ അത് തീർച്ചയായും നാം അതേറ്റെടുക്കണം. അതിന് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പ്രപഞ്ച സാകല്യത്തെയും മനുഷ്യകുലത്തെയും സൃഷ്ടിച്ചതിനു ശേഷം അല്ലാഹു തആല മനുഷ്യർക്ക് സന്മാർഗത്തിന് വേണ്ടി പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് അയച്ചെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആദമിനെ പ്രവാചകനെ ഏറ്റവും ഉൾക്കൊണ്ട അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, അള്ളാഹു അവൻ്റെ മലക്കുകളും പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്തും സലാമും പറയുന്നു. എല്ലാ മുസ്ലിം സഹോദരിമാരും ഇതുകൊണ്ട് ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനമായ ഇന്ന് സൽസബ എന്ന അതിവിശാലമായ വിഷയത്തിൽ നിന്ന് ഒരൽപ്പം ഈ വേദിയിൽ പറയാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. മുഅ്മിനുകളിൽ ഈമാൻ പരിപൂർണമായവർ അവരിൽ സ്വഭാവം നന്നായവരാണ്. സ്വഭാവം ഏറ്റവും വിലപ്പെട്ടതാണ്. ഒരാളുടെ സ്വഭാവം നന്നായില്ലെങ്കിൽ അവരുമായി ആരും കൂട്ടുകൂടുകയോ അടുപ്പിക്കുകയോ ഇല്ല. നാളെ ഖിയാമത്ത് നാളിൽ നന്മയും തിന്മയും തൂക്കി നോക്കുമ്പോൾ നന്മയുടെ തുലാസിന് ഭാരം നൽകുന്ന അമലുകളിൽ സൽസ്വഭാവത്തെ മറികടക്കുന്ന മറ്റൊരമലില്ല എന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ തഹജ്ജുദോ സുബ്ഹോ തസ്ബീഹോ അല്ല, സൽസ്വഭാവത്തിനാണ് ഏറ്റവും ഭാരം കൂടുതൽ. അതിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ. എന്താണ് ഈ സൽസ്വഭാവം എന്ന് പറയുന്നത്? തസ്ലിമൻ കഥാക്ക. ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവരോട് അങ്ങോട്ട് മാന്യമായി പെരുമാറലാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. നിന്നെ ആക്രമിക്കുന്ന ആളോട് മാപ്പ് നൽകലാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. നമ്മുടെ അടുക്കൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഏറ്റവും മഹത്തായ സ്വഭാവമാണ് മാപ്പ് നൽകുക എന്നത്. വതുഹ്തിയ മൻ ഹറമക. നിനക്ക് തരാതെ തടഞ്ഞു വെക്കുന്നവർക്ക് അങ്ങോട്ട് പോയി സഹായിക്കലാണ് സൽസ്വഭാവം എന്ന് പറയുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനാൽ നാം പരസ്പരം സ്നേഹിക്കുക, ബഹുമാനിക്കുക, പുഞ്ചിരിക്കുക, നല്ലത് മാത്രം പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറിയ പിൻപറ്റി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കൊച്ചു പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരം നിറഞ്ഞ അധ്യക്ഷരെ, ഉസ്താദുമാരെ,
പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നത് നിസ്കാരമെന്ന അതിവിശാലമായ വിഷയത്തിൽ നിന്ന് ഒരൽപ്പം പറയാനാണ്. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. പായബുദ്ധിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും 5 വഖ്ത് നിസ്കാരം നിർബന്ധമാണ്. ഇസ്ലാമിൻ്റെ 5 കാര്യങ്ങളിൽ അത് പ്രധാന നിസ്കാരമാണ്. അഫോലാമാനി ബദീതികുല്ല, തട്ടിക്കൊണ്ടിരിക്കുന്ന മല വെച്ച് ഏറ്റവും പ്രധാന നിസ്കാരമാണ്. മറ്റേതമിൾ ചെയ്താലും നിസ്കാരമില്ലാതെ ഒന്നും സ്വീകരിക്കില്ല. ഉദാഹരണം ഹജ്ജ്, നോമ്പ്, സക്കാത്ത്. ഏത് സ്വീകരിക്കണമെങ്കിലും നിസ്കാരം വേണം. ഖബർ വെച്ച് ആദ്യമായി ചോദിക്കുന്ന നിസ്കാരമാണ്. മനുഷ്യത്യാലും ചോദ്യം നിസ്കാരം തന്നെയാണ്. നിസ്കരിക്കാതെ അവൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയുമോ? സ്വന്തം മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ അവന് അധികാരമില്ല. 5 വഖ്ത് നിസ്കരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മളെല്ലാവരും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു ഞാൻ നിർത്തുന്നു. വാഹിദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. സ്നേഹം നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, മുത്തുനബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ ഒരു കുഞ്ഞു പ്രസംഗം ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിക്കട്ടെ. നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളെയാണ്. നമ്മുടെ സ്വർഗവും നരകവും മാതാപിതാക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിച്ചു, ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കേണ്ടത്? തങ്ങൾ പറഞ്ഞു, നിന്റെ ഉമ്മയോട്, നിന്റെ ഉമ്മയോട്, നിന്റെ ഉമ്മയോട്, നാലാമത്തെയിൽ നിന്റെ പിതാവിനോട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലക്കും വൈലക്കും, നാശം നാശം. തൻ്റെ മാതാവിനെ വെറുപ്പിച്ചവർക്ക് നാശം നാശം. നമ്മുടെ സ്വർഗത്തിൻ്റെ 2 വാതിലുകളാണ് മാതാപിതാക്കൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹമുള്ള കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഒരുമിച്ച് കൂടിയ ഈ ഒത്തുചേരൽ അള്ളാഹു സൽക്രമമായി സ്വീകരിക്കട്ടെ. അമീൻ. 14 നൂറ്റാണ്ട് മുമ്പ് നബി തങ്ങൾ മക്കയിലെത്തുമ്പോൾ അറേബ്യൻ സമൂഹം കല്ലിനെയും മരങ്ങളെയും ആരാധിക്കുന്നവരായിരുന്നു. മനുഷ്യത്വം എന്താണെന്നറിയാത്ത ഒരു കാട്ടറബി സമൂഹത്തിലേക്കാണ് മുത്തുനബി പിറന്നു വീണത്. ചെറുപ്രായത്തിൽ തന്നെ അൽ അമീൻ എന്ന പേരും ലഭിച്ചു. സത്യവും സൗഹാർദ്ദത്തോടെ ജനങ്ങൾക്കിടയിൽ പരത്തി. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ നബി തങ്ങൾ സത്യവും നീതിയും ജനങ്ങൾക്കിടയിൽ പരത്താൻ സാധിച്ചു. അതുകൊണ്ട് നാമും സത്യവും നീതിയും മുറുകെ പിടിച്ച് സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും കഴിയണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട അധ്യക്ഷരെ, ഉസ്താദുമാരെ, നാട്ടുകാരെ, വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും. മഹത്തായ നബിദിന യോഗത്തിൽ നബിദിന ചരിത്രത്തിൽ നിന്ന് ഒരൽപ്പം ഞാനും പറയാം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. പ്രിയരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിച്ച ശേഷം ആമിന ബീവി അന്നത്തെ പതിവനുസരിച്ച് ഹലീമ ബീവിക്ക് കുട്ടിയെ പോറ്റി വളർത്താൻ ഏൽപ്പിച്ചു. ആ കാലത്ത് നബിയിൽ നിന്ന് പല അത്ഭുതങ്ങളും ഉണ്ടായി. നബിയെ കൊണ്ടുപോകുമ്പോൾ അവരുടെ ഒട്ടകം നടക്കാൻ പ്രയാസമുള്ള അവസ്ഥയിലായി. നബിയെ ഒട്ടകപ്പുറത്ത് വച്ച മുതൽ ആ ഒട്ടകം ഉശിരോടെ നടക്കുകയും ആ സംഘത്തിൽ എല്ലാവരുടെ മുമ്പിൽ എത്തുകയും ചെയ്തു. ഹലീമാബിയുടെ വീട്ടിൽ എത്തിയത് മുതൽ അവിടെ ഉണ്ടായ ഉണങ്ങിയ മരങ്ങൾ പച്ച പിടിക്കുകയും കായ്കനികൾ പുഷ്ടിപ്പെടുകയും ചെയ്തു. ഇത്രയും പറഞ്ഞായി കൊച്ചു പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, പ്രിയപ്പെട്ട ഉസ്താദുമാരെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയരെ, ലോകത്തിന് ഏകിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാട്ടിത്തന്ന മഹത്തായ മാർഗം നാം മുറുകെ പിടിക്കാൻ ബാധ്യതരാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കളവ് പറഞ്ഞിട്ടില്ല. അനാവശ്യ സംസാരം പോലും തങ്ങൾ നടത്തിയിട്ടില്ല. അനാചാരവും അക്രമവും നിറഞ്ഞ ഒരു ജനസമൂഹത്തിലേക്കായിരുന്നു പ്രവാചകൻ വന്നത്. അവരെ സമുദരിച്ച് നീതിയുടെയും നിയമത്തിൻ്റെയും മഹത്തായ മാർഗം അവർക്ക് കാട്ടിക്കൊടുത്തു. അജ്ഞാനിയുടെയും അഹന്തയുടെയും വഴിയിൽ അവരെ പിന്തിരിപ്പിച്ചു.
പകരം വിജ്ഞാനത്തിന്റെയും വിനയത്തിന്റെയും പാത അവർക്ക് കാട്ടിക്കൊടുത്തു. സർവശക്തനായ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുവാനും തൗഹീദിന്റെ മാർഗത്തിൽ ജീവിക്കുവാനും അവരോട് കൽപ്പിച്ചു. നേരായ വഴി അവർ തിരഞ്ഞെടുത്തു. സത്യന്വേഷികളെ നിരവധി പേർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്നാൽ അബൂജഹലിന്റെ നേതൃത്വത്തിൽ നബിയെ മർദ്ദിക്കുവാനും നിരുത്സാഹപ്പെടുത്താനും ഒരു സംഘം പ്രവർത്തിച്ചു. അവരോട് പരിചയിച്ച നബിയും സഹാബികളും ദീനിന്റെ വിജയം ലോകത്തെ മുന്നിൽ കാഴ്ചവെച്ചു. നബിയുടെ ജന്മദിനം ഇതാ ഒരിക്കൽ കൂടി സമാപ്തമായിരിക്കുന്നു. ആ സുദിനത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ, സ്നേഹനിധികളായ നാട്ടുകാരെ, ഞാൻ ഒരു കൊച്ചു കഥ പറയാൻ പോകുകയാണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ എൻ്റെ കഥ ശ്രദ്ധിച്ചു കേൾക്കണം. എന്നാൽ പിന്നെ സമ്മാനങ്ങളെല്ലാം റെഡിയാക്കിക്കൊള്ളി. നമ്മൾ കഥ തുടങ്ങുകയാണ്. ഒരിക്കൽ നമ്മുടെ നബിയുടെ അടുത്തേക്ക് ഒരു പാവം മനുഷ്യൻ 3 മുന്തിരിക്കുലകളുമായി വന്നു. വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം മുത്തുനബിക്ക് അത് നൽകി. നബി അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. അപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ഓരോ മുന്തിരിയും പറിച്ചെടുത്ത് തിന്നാൻ തുടങ്ങി. ചുറ്റും സ്വഹാബികൾ കൂടി ഇരിപ്പുണ്ട്. പക്ഷെ ഒന്നുപോലും ആർക്കും നബി കൊടുത്തില്ല. ആ 3 മുന്തിരിക്കുലകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷിച്ചു. അതുകണ്ട് ആ പാവം മനുഷ്യൻ സന്തോഷിച്ചു. പക്ഷേ നബിയിൽ നിന്ന് ബറക്കത്തിനു വേണ്ടി കാത്തുനിന്ന സ്വഹാബികൾക്ക് സങ്കടമായി. ആ പാവം മനുഷ്യൻ സന്തോഷത്തോടെ യാത്ര പറഞ്ഞ് പിരിഞ്ഞുപോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബത്തെ, അതിൽ നിന്ന് ഞാൻ ഒന്നുപോലും നിങ്ങൾക്ക് നൽകാത്തതിൻ്റെ കാരണം അത് നല്ല പുളിയായിരുന്നു. നിങ്ങൾക്ക് ഞാൻ അത് തന്നാൽ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ആ പാവം മനുഷ്യന് സങ്കടമായാലോ. സ്വഹാബത്തിന് കാര്യം മനസ്സിലായി. എന്നാൽ കാര്യം മനസ്സിലാക്കാത്ത ചിലർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്ത് കിട്ടിയാലും വേറെ നിറയെ തിന്നും, ഭക്ഷണത്തെ കുറ്റം പറയുകയും ചെയ്യും. എന്നാൽ ആ കൂട്ടത്തിൽ ഞാനില്ല കേട്ടോ. അള്ളാഹു കാക്കട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഈ മീലാദ് സമ്മേളനത്തിൽ പ്രഭാഷണം നടത്താൻ ക്ഷണിക്കപ്പെട്ടതിൽ വളരെയേറെ ആഹ്ലാദമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ പോകുന്ന വഴി അവിടെ ഒരു ജൂത കുടുംബം താമസിച്ചിരുന്നു. ആ വീട്ടിൻ്റെ മുകളിൽ എന്നും ആ വീട്ടുകാരെ ആ പെണ്ണ് കാത്തു നിൽക്കും. എന്നിന് നബിയെ സ്വീകരിക്കാനല്ല, നബിയുടെ ഹൃദയത്തേക്ക് കാർക്കിച്ച് തുപ്പാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നും ആ വഴിയിലെ പോകുമ്പോൾ തുപ്പിക്കൊണ്ടിരിക്കും. തുപ്പൽ തുടച്ചു മാറ്റി നബി അവിടെ നിന്ന് പോകും. ഒരു ദിവസം തുപ്പൽ വീണില്ല. അച്ഛനോട് കാര്യം അന്വേഷിച്ചു. അസുഖം ബാധിച്ചു കിടക്കുകയാണെന്ന് മറുപടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുമതി വാങ്ങി വീട്ടിൽ കയറി. പെണ്ണ് അന്താളിച്ചു. എൻ്റെ മുമ്പിൽ ആരാണ് നിൽക്കുന്നത് എന്ന് പെൺകുട്ടി വിളിച്ചു പറഞ്ഞു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലി മുസ്ലിമായി. ആ നബിയെ അതിലേറ്റ് സ്നേഹിക്കാൻ നാഥൻ തൗഫീഖ് നൽകട്ടെ, ആമീൻ. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട അധ്യക്ഷരെ, ഉസ്താദുമാരെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഈ നബിദിന യോഗത്തിൽ ഞാൻ 2 വാക്ക് സംസാരിക്കാം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ, ആമീൻ. പ്രവാചകപുത്രി ഫാത്തിമ ബീവിയെ നിക്കാഹ് ചെയ്തത് അലി റളിയല്ലാഹു ആണ്. അവർ ഒരുമിച്ച് ജീവിക്കെ ഒരിക്കൽ ഫാത്തിമ ബീവി ഉപ്പയോട് ഒരു കാര്യം അറിയിച്ചു. ഉപ്പ, എനിക്ക് സഹായത്തിനായി ഒരു വേലക്കായെ തരാമോ? എൻ്റെ കൈത്തരമ്പിച്ചിരിക്കുന്നു, ആട്ടും കല്ല് പിടിച്ച് ഞാൻ അവശയായിരിക്കുന്നു. പിതാവ് മോളെ അരകിൽ വിളിച്ച് സ്നേഹത്തോടെ പറഞ്ഞു, മോളെ, ദുനിയാവിൽ നശ്യമാണ്. കഷ്ടപ്പാടുകളും വേദനകളും നിന്ന് ജീവിക്കുക, അതാണ് ഈ ദുനിയാവിൽ ഹൈറായ വഴി. നാളെ പരലോകം നമുക്ക് നേടണമെങ്കിൽ ഇവിടെ നാം കഷ്ടപ്പെടണം. പ്രവാചകന്റെ വാക്ക് കേട്ട മകൾ വളരെ സന്തോഷമായി. പ്രിയരെ, അവർ ലോഹമകൾക്ക് മാതൃകയാണ്. അവരാണ് ഉമ്മുൽ മുഅ്മിനീൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവരുടെ മാതൃക പിൻപറ്റി ജീവിക്കാൻ എല്ലാവരും, വിശിഷ്ട മാതാപിതാക്കൾ, സ്ത്രീകളെല്ലാം ബാധ്യരാണ്. അതിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും.
അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ആദ്യം തന്നെ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ധാരാളം മൂല്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ ഈ കൊച്ചു പ്രസംഗത്തിൽ അതെല്ലാം വിശദീകരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാം. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഉസ്താദുമാരെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ വ്യക്തികളെ, അസ്സലാമു അലൈക്കും. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ടാഘോഷിക്കുന്ന ഈ വേളയിൽ ഞാൻ കൂട്ടുകാരെ കുറിച്ചാണ് പറയുന്നത്. കൂട്ടുകാരില്ലാത്തവർ നമ്മിൽ ആരും ഉണ്ടാകില്ല. ഒരാളെ കുറിച്ചറിയാൻ അയാളുടെ കൂട്ടുകാരെ കുറിച്ചറിഞ്ഞാൽ മതി എന്ന് പറയാറുണ്ട്. കൂട്ടുകാരൻ്റെ എല്ലാ സ്വഭാവവും അവരിൽ കാണുമെന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് നാം കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ ഉത്തമരായിരിക്കണമെന്ന് ഇവിടെ പ്രത്യേകം ഉണർത്തേണ്ടതില്ല. തെറ്റിലേക്ക് നയിക്കുന്ന കൂട്ടുകാരുണ്ടായാൽ നാം നാശമാകുമെന്നോർക്കുക. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടിട്ടില്ലേ, ചാരിയാൽ ചാരിയത് മണക്കുമെന്ന് പഴമക്കാർ പറഞ്ഞതാണിത്. അനുഭവം തന്നെയാണ് അവരെ അങ്ങനെ പറയിപ്പിച്ചത്. കൂട്ടുകാർക്കാരുമായി തെറ്റുകൾ ചെയ്യുകയും ഒടുവിൽ കുടുംബത്തിലും നാട്ടിലും ചീത്ത പേരുണ്ടാകുകയും ചെയ്ത എത്ര പേരുടെ വർത്തമാനങ്ങൾ നാം കേൾക്കാറുണ്ട്. ആയതിനാൽ ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത്, നാം നല്ല ചങ്ങാത്തവും കൂട്ടുകെട്ടും സ്ഥാപിക്കണം. എങ്കിലേ നമുക്ക് നല്ലവരായി തീരാൻ സാധ്യമാകൂ. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആരായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരൻ? മറ്റാരുമല്ല, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ആയിരുന്നത്. നബിക്കൊപ്പം താങ്ങും തണലുമായി അവനുണ്ടായിരുന്നു. ഹിറാ ഗുഹയിൽ നബിയെ സംരക്ഷിക്കാൻ അവർ ചെയ്ത കാര്യം നമുക്ക് പഠിച്ചിട്ടില്ലേ? അതെ, അത്തരം കൂട്ടുകാരാവട്ടെ നമ്മുടെ ഫ്രണ്ടുകൾ. അല്ലാത്തവരെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം. പറയാൻ ഇനിയും ഒരുപാടുണ്ട്, പക്ഷേ സമയം എന്നെ അതിന് അനുഭവിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ കൊച്ചു പ്രസംഗത്തിലെ വിഷയം നിങ്ങൾ ഗൗരവത്തിലടക്കണമെന്ന് എൻ്റെ അപേക്ഷ. നല്ലവരെ കൂട്ടുകാരാക്കി നമുക്ക് ഉത്തമരായി തീരാം എന്നാശംസിച്ച് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.